ഈ ചിരവൊക്കെ ഒരു സ്റ്റോറി ഇല്ലേ അമ്മമ്മയുടെ ഇതല്ലേ അമ്മയുടെ കാലത്തുള്ള ചിരവാണത്. ഞാൻ അവരുടെ ഓർമ്മയ്ക്ക് ആയിട്ട് എടുത്തിട്ടൊന്നും. പക്ഷെ എന്തോരം പണിയാണല്ലേ ശരിക്കും അമ്മമാരൊക്കെ ചെയ്യുന്നത്. നല്ല പണിയുണ്ട്. ചെയ്യാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലാവുന്നു. ചായ ശരിക്കും ഒരു ചായ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണിരുന്നു. എന്ന് വെച്ചാൽ തൊണ്ടവേന എടുത്തിട്ടേ ഭയങ്കര തൊണ്ടവേന. അതെനിക്ക് തോന്നുന്നു മിനിയാന്നേ മഴ നനഞ്ഞുകൊണ്ടാണോന്ന് അറിയില്ല. എന്താണെന്ന് അറിയില്ല, ഭയങ്കര തൊണ്ടവേദനയും പിന്നെന്ന് വെച്ചാൽ ചുമയും അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഇന്നലെ വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ വെച്ചാൽ തൊണ്ട അനക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നു. സംസാരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ വേദനയുണ്ട്. കാരണം വെച്ചാൽ തൊണ്ടവേന വരുന്ന സമയത്ത് നമ്മൾക്ക് ചില സമയത്ത് സംസാരിക്കാൻ പറ്റണ്ടാവില്ല, അങ്ങനത്തെ ഇല്ല. പക്ഷെ നല്ല തൊണ്ടക്ക് വേദനയുണ്ട്. കുഴപ്പമില്ല. മറ്റേ ചായയെ വെറുതെ മറ്റേ പ്ലെയിൻ ചായ അല്ല, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ചായ അതല്ല, ഞാൻ എന്താ ഉണ്ടാക്കണം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ. രാവിലെ ഒന്നും കിട്ടണില്ല എന്തുണ്ടാക്കണം എന്നുള്ളത്. ഞാനേ രാവിലെ പാൽ പണിക്കാൻ പോയപ്പോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ കാണാണ്ടായിരുന്നില്ലല്ലോ. പാൽ പണിക്കാൻ പോയത് അല്ല, അവിടെ പോയി കഴിഞ്ഞപ്പോ ആരെയും കാണാനില്ല. ഇല്ല, പാൽ പണിക്കാൻ പോയപ്പോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്താ നോക്കി ചോറ് വെച്ചോണ്ടിരിക്കണായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ ചോറ് വെക്കാൻ മറന്നു. എന്താ അറിയോ, എപ്പോഴും എനിക്ക് പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ കറിയും എല്ലാം ഉണ്ടാക്കി വെച്ച് ലാസ്റ്റ് തിന്നാറാകുമ്പോഴായിരിക്കും ഈ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ചോറ് വെച്ചോണ്ടിരിക്കാനേ. ഞാനൊരു സാധനം എടുത്തിട്ട് വരാട്ടാ. കടിയാണോ? കടിയല്ല, വേറൊരു സാധനം. നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഈ സാധനം അത്ര പൈസ ഉള്ളൂ അല്ലെ? 35 രൂപ. ഇത് ലക്ഷ്മി ചിപ്സ് കൊടുങ്ങല്ലൂര്. ഇത് പണ്ടേ മുതലുള്ളതാണ് ഇവര്. പക്ഷെ ഇതേ അല്ല, ഈ സാധനം കഴിച്ചു കഴിഞ്ഞാലേ അല്ലേ ശരിക്കും ഇതിന്റെ കൂടെ ഒരു ഇതും കൂടി വേണം. എന്താണ്? പഴം. റോബസ്റ്റ് പഴം ഇല്ലേ? തീർത്തില്ല. നല്ല ഫുള്ളെടുത്ത് തിന്നു. ഇനി അത് കുറെ അധികം തിന്നിട്ടാണോ തൊണ്ടവേന കൂടിയെന്ന് അറിയില്ല. എത്ര വലുതായിരുന്നല്ലോ? എത്ര വലുതായിരുന്നു? മഴയാ ഇപ്പഴാ? വെയിലുള്ളവരുടെ ഇവിടെ നല്ല വെയിലായിരുന്നില്ലേ? ഇപ്പോഴും ഉണ്ട് വെയില്. എവിടെ മറ്റേത്? എവിടെ തുണീന്റെ? ദൈവമേ, അൺഎക്സ്പെക്ടഡ് മഴ. മഴ പോയി. മഴ വന്ന് പോയി എന്നുള്ള അവസ്ഥയാണ്. ഇല്ല പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇന്നലെ അലക്കിയിട്ടതാണ്. മഴ സഡൻ മഴ. ഇത് ശരിക്കും എങ്ങനെയാന്ന് അറിയോ? ഈ കോമ്പിനേഷൻ നമ്മളുടെ ഈ കല്യാണത്തിനൊക്കെ ഉണ്ടാവൂലേ? കല്യാണത്തിന് അന്ന് രാവിലെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് പണ്ട് കാലത്ത് കാരണം ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഞാൻ ചെറുതിലായിരുന്ന സമയത്ത് ഈ വട്ടയപ്പം ഇങ്ങനെ ഓർഡർ ചെയ്യും. അത് ഈ കുറെ അമ്മൂമാര് പണ്ട് ഉണ്ടാക്കില്ലേ, അതിനകത്ത് ഇങ്ങനെ നമ്മൾ ചിലപ്പോ ഒരു 10-25 ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു പാത്രത്തിനകത്ത് വട്ടയപ്പം, ഒരു പാത്രത്തിനകത്ത് ഇത് ചിങ്ങമ്പഴം, നമ്മള് റോബസ്റ്റ് പഴം എന്ന് പറയുന്നത്, പിന്നെ ഒരു പാത്രത്തിനകത്ത് ഉണ്ണിയപ്പം, ഒരു എല്ലാവർക്കും ചായ, പിന്നെ ആണെങ്കിൽ കായ വറുത്തത്, അങ്ങനെയായിരിക്കും. അപ്പൊ ഇതായിരിക്കും ഏകദേശം രാവിലെ വരുന്നവർക്കുള്ള സെറ്റപ്പ്. കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കില്ല വരുന്നത് വീട്ടിൽ നിന്ന്. പക്ഷെ അവർക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി. എനിക്ക് എപ്പോ ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം മനസ്സിൽ വരാം. രണ്ടും കിട്ടുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞാലേ നമ്മളെ വയറ് നിറയും ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മളുടെ പണ്ട് ഞാൻ അമ്മാമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വേഗം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മള്. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ. കല്യാണത്തിനൊക്കെ നിങ്ങൾ ഉപ്മാവൊക്കെ അല്ലേ ഉണ്ടാക്കുക? നമ്മളെ നാട്ടില് രാവിലെ അവലുപ്മാവ് തേങ്ങ ഇട്ടിട്ടുള്ള സിമ്പിൾ. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് അവലുപ്മാവും പഴവും, അല്ലെങ്കിൽ റവ ഉപ്മാവും പഴവും. പക്ഷെ കൂടുതൽ അവലുപ്മാവ് ഉണ്ടാക്കാം. പക്ഷെ അവലുപ്മാവ് നല്ല രസമായിരിക്കും കേട്ടോ നാട്ടില്. എന്താ അറിയോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവല് കുഴഞ്ഞിരിക്കില്ലേ? അവിടുത്തെ അവലുപ്മാവ് എന്ന് പറയുന്നത് രാവിലെ നല്ല ഉതിർന്ന് കിടക്കുന്ന ഉപ്മാവായിരിക്കും. നല്ല ചൂടുണ്ടാവും. അതിൻ്റെ അകത്ത് തേങ്ങ കൂടി ഇട്ട് എങ്ങനെ ഉണ്ടാവും? ഞാൻ ഒന്ന് ചാടിക്കിട്ടുണ്ട്. കുടിച്ചില്ലല്ലോ പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ നിന്ന നാട്ടില് വലിയ വിലയൊന്നുമില്ല അവലിന്. ഞാൻ ശരിക്കും അവല് എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയാ കേട്ടേക്കെന്ന് അറിയോ? പണ്ട് മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കില്ല, മറ്റേ കുജേലൻ അവലുമായിട്ട് പോയിരുന്നു. ആ ഒരു സാധനമാണ് എനിക്കുള്ളത്. അല്ലാണ്ട്
അവൽ മിൽക്ക്, പിന്നെ അവൽ ഉപ്പുമാവ്, അവലും പാലും പഴവും കൂടിയുള്ള സാധനം. ഇത്രയും വെറൈറ്റി സാധനങ്ങള്. ഗുഡ് മോർണിംഗ്. ഞാനേ മറ്റേ കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നു പോയ സമയത്ത് എടുത്തു വെച്ച പാവക്കില്ലേ, പാവക്ക ഉണ്ടാക്കാന്ന് ചോദിച്ചു. ഈ പാവക്ക എന്തോ കഴിക്കാൻ തോന്നുന്നു. ചില പറയാൻ പറ്റില്ല, മറ്റേ ജലദോഷം ആയതുകൊണ്ടാണോ എന്തെങ്കിലും അങ്ങനെയുള്ള രുചികൾ കഴിക്കാൻ തോന്നുന്നു. അപ്പൊ അത് അന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് എന്താ പറയാ, ഈ മൺചീനച്ചട്ടി ഇല്ലേ, മൺചീനച്ചട്ടി എന്നല്ല, മൺകലങ്ങള് കുറച്ചാളെ വെക്കുമ്പോ ഇങ്ങനെ പൂപ്പൽ വരും അല്ലെ. ഇതിനകത്തുണ്ടായിരുന്നു പൂപ്പൽ. അപ്പൊ അവർക്ക് ഇത് ഓൾറെഡി അതിന് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. 2 ദിവസം മുന്നേ എടുത്ത് വെച്ചാണ്. ഗ്യാസ് തീർന്നു പോയായിരുന്നല്ലേ. പിന്നെ ആണെങ്കിൽ ഈ മൺചട്ടിയിൽ നമുക്ക് ഇൻഡക്ഷനിൽ ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. ഈ ചിരവൊക്കെ ഒരു സ്റ്റോറി ഇല്ലേ, അമ്മമ്മയുടെ അമ്മയുടെ കാലത്തുള്ള ചിരവാണത്. ഞാൻ അവരുടെ ഓർമ്മയ്ക്കായിട്ട് എടുത്തിട്ടാണ്. എന്റെ അമ്മയുടെ അടുത്ത് പോലും ഇല്ല അറിയാം ഇങ്ങനത്തെ ചിരവ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ അടുത്ത് ഇല്ല ഇങ്ങനത്തെ ചിരവ. എല്ലാരും മറ്റേ നിന്ന് ചിരവെന്നല്ല ഉള്ളത്. തേങ്ങ ഇടാല്ലോ, തേങ്ങ കുറച്ച് അധികം ഇടാം. കാരണം എന്താ അറിയോ, പ്രത്യേകിച്ച് വെള്ളപ്പാവൊക്കെ ചെയ്തോണ്ടേ കുറച്ചുകൂടി കയ്പ് കൂടുതലായിരിക്കും. മറ്റേ കറുപ്പല്ലല്ലോ, പച്ചയില്ലേ, കരിമ്പച്ച, അതിനെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ചുകൂടി കയ്പ് കൂടുതലായിരിക്കും. പക്ഷെ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയും എല്ലാരും. ഇതല്ലേ വെള്ളം ടെസ്റ്റ് വെക്കണം. കൈപ്പടി ചെയ്യാനാണ്. വേണോ, കുറച്ചുകൂടി വേണോ? കയ്പില്ലല്ലേ? വരണം, കയ്പൊക്കെ വരണം. തലേക്ക് പിരിക്കുന്നു. ഉച്ചക്ക് മതി. സംഭവം എന്താണെന്നറിയോ, എനിക്കെപ്പോഴും ജലദോഷം അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പോയിട്ട് കിടക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറ് എപ്പോഴും. പക്ഷെ അങ്ങനെ കിടന്നാലും വലിയ ഗുണം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യാന്ന്. ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും എനിക്ക് വയ്യാണ്ടുള്ള സമയത്ത് ഞാൻ ഫുഡ് കുക്ക് ചെയ്യും. ഞാൻ എപ്പോഴും വിചാരിക്കും അറിയാം, അതായത് പണ്ടത്തെ കാലത്തെ അമ്മമാരൊക്കെ അവർക്ക് ഇതുപോലെ ജലദോഷവും പനിയൊക്കെ കുറെ വരൂലേ. പക്ഷെ അവര് ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അവർക്ക് വലിയ അസുഖമൊന്നും ഉണ്ടാവാറില്ല ഇല്ലേ? എനിക്ക് തോന്നണെന്ന് വെച്ചാൽ നമുക്ക് അസുഖം ചെറിയ ഇങ്ങനത്തെ ടൈപ്പ് അസുഖം വരുമ്പോഴേ അത് നമ്മളെ ഒരു നോർമൽ ഡേ പോലെ അങ്ങനെ പോണം തോന്നണം. അതിനെ ഓവർ ശ്രദ്ധിക്കാണ്ട് ചിലപ്പോ എനിക്ക് തോന്നേ നമ്മള് പണി ചെയ്യില്ലേ, അപ്പൊ ബോഡി ചൂടാവുന്നോണ്ടാണോ ചിലപ്പോ. അതെ, അതുകൊണ്ടായിരിക്കും. ഞാനതാ വിചാരിച്ചത്. എന്തായാലും തലപ്പെരിപ്പുണ്ട്. അപ്പൊ ഇനി വല്ല കുറച്ചു നേരം മറ്റേ അടപ്പിന്റെ അടുത്ത് നിന്ന് കുറച്ച് ചൂടൊക്കെ കൊണ്ടുപോയി അതൊന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അലക്കി വരെ ഇട്ടറിയാൻ ഞാൻ തന്നെ ഭയങ്കര പ്രൗഡായി പോയി എന്റെ സെൽഫിനോട്. അതായത് അയ്യോ അലക്കിയ കിട്ടും. അതായത് തോന്നി ഓക്കെ അത് ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് വെച്ചേക്കുന്നില്ലേ, അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ. എത്ര മതി? എനിക്ക് ചോറ് മതി കേട്ടാ. എനിക്ക് ഉച്ചക്ക് ചോറ് മതി കേട്ടാ. കഞ്ഞി ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. ഒരുപക്ഷെ ഞാൻ പണ്ടില്ലേ ഭയങ്കര കഞ്ഞീനെ ഭയങ്കര ഹെയ്റ്റ് ചെയ്തോണ്ടായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര കഞ്ഞി കുടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, വീടിന്റെ അടുത്ത് സ്കൂളിന്റെ അടുത്ത് തന്നെ എന്റെ വീട്, അതായത് തൊട്ട് ഓടിപ്പോള്ള രീതിയിൽ. അപ്പൊ എനിക്ക് എന്താ സംബന്ധിച്ച വീട്ടില് നല്ല കറികളൊക്കെ ഉണ്ടാവില്ലേ, ഉച്ചക്ക് നല്ല മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തതും അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ല കറി ഉണ്ടാവും. അപ്പൊ എനിക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞിയും പയറൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കഞ്ഞിയും പയറും നമ്മൾ കഴിക്കുന്നു പറയുമ്പോ തന്നെ ഏകദേശം നമ്മുടെ ഏജൊക്കെ മനസ്സിലാക്കാം. എന്താ അറിയോ, ഒരു സമയം കഴിഞ്ഞോ കഞ്ഞിയും പയറും പോയില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കഞ്ഞി കുടിക്കുന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഭയങ്കര കഞ്ഞീനോടും പയറിനോടൊക്കെ ഭയങ്കര ഒരു ആസക്തി കഴിക്കാനായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന പാവക്ക ഫൈനൽ. നിങ്ങക്ക് അത്ര വലിയ ഇഷ്ടമല്ലല്ലോ പാവക്ക. നീ ഉണ്ടാക്കുന്ന കറി കുഴപ്പമില്ല, മറ്റേതാക്കുമ്പോ കുറച്ച് വറുത്തിടാനല്ലേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്.
ആയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ലോഡ് പാത്രം കഴുകാനായിട്ട്. കുക്കിംഗ് പ്രശ്നമില്ല, പക്ഷെ ഈ പാത്രം കഴുകാൻ കുറച്ചും കഴുകിടാം, കുഴപ്പമില്ല. അല്ല അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വേറെ പണികളില്ലേ? കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഒരുമിച്ച് ചെയ്യാലോ. കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട് കേട്ടോ. ചെമ്മീൻ മേടിക്കും, പൈസ കുറവല്ലേ. ഇതല്ലേ അത് നമ്മുടെ വീട്ടിലെ ചക്കയുടെ തന്നെയാണ്. ഇത്രയുള്ള വെളിച്ചെണ്ണ തീർന്നു. പുറത്തുനിന്ന് മേടിക്കണ വെളിച്ചെണ്ണക്ക് എത്ര 375 അല്ലേ? 300 പക്ഷെ നാടനാണെന്ന് തോന്നുന്നു. മഞ്ഞപ്പൊട്ടറ കളർ ഉണ്ടായിരുന്നോ? ഭയങ്കര കുറച്ച് മറ്റേതല്ലേ, മാർക്കറ്റിൽ നിന്ന് മേടിച്ചല്ലോ. അത് ചിലപ്പോ മറ്റേ അതിന്റെ തോടൊക്കെ ഇടുന്നു. റിയൽ മഞ്ഞപ്പൊടി മനസ്സിലാവുന്നില്ല. പിന്നെയും കുറച്ച് നല്ലതാണെന്ന് തോന്നണം അല്ലേ? കഴുകിയിട്ടാണ് പൊടിക്കണതെന്ന് അറിയില്ല നമുക്ക്, ഒന്നും പറയാൻ പറ്റില്ല. ഇല്ലേ, റോ ആണെന്ന് തോന്നുന്നുണ്ട്, കാരണം കളർ അധികം ഇല്ലാത്തതുണ്ട്. ഓവർ മഞ്ഞപ്പൊടി ശരിക്കും മഞ്ഞല്ല ഫുള്ള്, അറിയോ? ശരിക്കും മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി ഒരു അല്ല, ഈ ഇതിനങ്ങനെയല്ലേ ഉള്ളത്, കുറച്ച് മറ്റേ കളറല്ലേ, ഫുൾ മഞ്ഞല്ലല്ലോ. ഒരു സാഫ്രോൺ കൂടിയ മഞ്ഞ. പണ്ടത്തെ നൊസ്റ്റാൾജിയ. അവരിങ്ങനെ വറുത്തൊന്നും ഇടില്ലല്ലോ. ആരാണ്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇടില്ലായിരുന്നു കേട്ടോ. ഇത് ഉണക്കമുളക് ഇടുമെന്ന് അറിയില്ല, പക്ഷെ കറിവേപ്പില ഇടും. ഞങ്ങളുടെ ഇതിനകത്ത് കൊറേ പച്ചമുളക് ഉണ്ടോ? പച്ചമുളക് ഉണ്ടോ? പോകട്ടെ, ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് പറ്റിയാൽ മതി. ഇന്ന് എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം, കാരണം എന്താ അറിയോ, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ടല്ല, കുഞ്ചിന് വയ്യാത്തല്ലേ, മറ്റേ പാത്രം കഴുകുന്നല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയുടെ. അതുകൊണ്ടല്ല, എനിക്ക് വയ്യാത്തല്ലേ, അല്ലാണ്ട് മറ്റേതല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയാണ് പാത്രം കഴുകുക. എനിക്ക് അല്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പാത്രം കഴുകുക എന്നുള്ളത് അല്ല, ഞാൻ ഇടയ്ക്ക് കഴുകി തരാറില്ലേ, ഇടയ്ക്ക് എപ്പോഴും. കാരണം എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ലല്ലോ, മറ്റേ സാധനം ചെയ്ത് കഴിയുമ്പോഴേക്ക് സമയം ഉണ്ടാവില്ല. ശരിക്കും നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ ഈ വീട്ടിൽ എന്തൊക്കെയാ പണിയുള്ളതെന്ന്. പക്ഷെ എന്തോരം പണിയാണല്ലേ ശരിക്കും അമ്മമാരൊക്കെ ചെയ്യുന്നത്. നല്ല പണിയുണ്ട്, ചെയ്യാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലാവുന്നു. പണ്ട് അവരോട് നമ്മൾ പറയാറില്ലേ, ഞാൻ വിചാരിക്കാറുണ്ട് അറിയോ, ചോറ് കറി വെക്കുക, കഞ്ഞി വെക്കുക, കറി വെക്കുക, അതിനുശേഷം കുറച്ച് പാത്രം ഉണ്ടാവും, അത് കടി വെക്കുക. അവര് ഭയങ്കര സുഖമല്ലേ എന്നൊക്കെ. ഇതാണ് ആ സുഖം. ഇപ്പൊ നമുക്ക് ഡബിൾ സുഖമാണ്. അത് 22 ആരുടെയും ജോലി ഒന്നുമില്ലല്ലോ, ഈ 2 തന്തയല്ലേ നിങ്ങള്? അല്ലേ ചേട്ടാ, എന്റെ പ്രായത്തിന് ഞരമ്പാന്ന് പറയാം, ഭയങ്കര. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്നത്. വീണോ കണ്ടാ മതി. മറ്റേ ഞാനും വെൽക്കളി എന്ന് പറഞ്ഞ ഏകദേശം പഞ്ഞിക്കിട്ട് പോരാനുള്ളത്. പപ്പടം നാടനാണത്. ആരെങ്കിലും ഉണ്ടായി കൊടുക്കാമല്ലോ. കാരണം പൈസയും കുറവാണ്. എനിക്കാണ് ചെലവ് പെട്ടെന്ന് പണ്ടേ മറ്റേ ഇതിന്റെ പപ്പടം ഉണ്ടാവൂലേ, അടപ്പത്തിനകത്ത് ചുടണത്, ചുട്ട പപ്പടം. അതെ. അയ്യോ, ഈ സാധനം മാത്രം കഴിച്ചാൽ മതി. കഞ്ഞി മാത്രം. കുറച്ചും കൂടി വൈഡ് എടുത്താലെല്ലാം കിട്ടും. അത് കുറച്ച് ലക്ഷറിയാണ്. പക്ഷെ സാധനം എങ്ങനെയുണ്ട്? ഇതില്ലേ ടേസ്റ്റിന്റെ വേറെ ഒന്നിനും എത്താൻ പറ്റില്ല. ഇതിന്റെ ടേസ്റ്റിന് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചോദിച്ചാൽ ഇങ്ങനെ വെള്ളത്തിന് വെള്ളം, ചോറിന് ചോറ്, എല്ലാം ഒരുമിച്ചല്ലേ. കഞ്ഞി, പപ്പടം, പയറ്, നാരങ്ങാച്ചാറ്.
നാരങ്ങയാണ് ആ ഒരു ചെറിയൊരു ഇതും കിട്ടും. കയ്പില്ലേ? ഓൾറെഡി ഉണ്ടല്ലോ പാവക്ക. ഇത് പാവക്ക കറി വെച്ച് കഴിഞ്ഞാൽ കയ്പില്ല, അറിയോ? ഇതിൽ വരുമ്പോഴാണ് കയ്പില്ല ഇല്ലേ? ചിലപ്പോ കഞ്ഞിയുടെ കൂടെ കുടിക്കണോണ്ടായിരിക്കും. ചെറുപയർ പൊളി. ചെറുപയർ ഈ അച്ചാറിന് വരെ അരച്ചിട്ടുള്ള ചമ്മന്തി കൂടി വേണമായിരുന്നു, ചുട്ടരച്ചത്. ഇഷ്ടമാണേക്കാളും കൂടുതൽ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ സമയത്തേ ചോറ് എളുപ്പം കഴിക്കാൻ തോന്നൂല ചോറ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും.